കാസർഗോഡ് ലഹരി സംഘത്തിന്റെ ക്രൂരത. പൂവൽ മസിക്കുണ്ടിൽ ഉമ്മയെയും മകനെയും വീട് കയറി ആക്രമിച്ചു. ലഹരി വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയതാണ് പ്രകോപനത്തിന് പിന്നിൽ. കർണാടക സ്വദേശികളായ നയാസ്, ഉമറുൽ ഫറൂഖ് എന്നിവരാണ് ആക്രമണം നടത്തിയത്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കാസർഗോഡ് ലഹരി സംഘത്തിന്റെ ക്രൂരതയാണ് ഒരു ഉമ്മയ്ക്കും മകനും നേരെ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കാസർഗോഡ് പൂവൽ മസ്തിക്കുണ്ടിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ലഹരി മാഫിയ ഉണ്ടെന്നും ലഹരി വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ പ്രദേശത്ത് തന്നെയുള്ള ഈ ചെറുപ്പക്കാരനും ഉമ്മയും പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതി നൽകിയതിന്റെ ഈ പരാതി നൽകിയതിലുള്ള പ്രതികാര നടപടിയാണ് ലഹരി മാഫിയ ഇന്നലെ കാണിച്ചത്. ഈ ഉമ്മയുടെ മകന്റെയും വീട് അടിച്ചു തകർക്കുകയും വീട്ടിലെത്തി ഇവർ ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഗുരുതരമായി പരിക്കേൽക്കുക, ഉമ്മയ്ക്കും മകനും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇരുവരെയും തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിലവിൽ അവർ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മർദ്ദിച്ചവരെ കൃത്യമായി പോലീസ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. നയാസ്, ഉമർ ഫറൂഖ് എന്ന് പറയുന്ന കർണാടക സ്വദേശികളായിട്ടുള്ള സഹോദരങ്ങളാണ് മർദ്ദിച്ചത്. ഈ വീടിനോട് ചേർന്ന് ഒരു ഒഴിഞ്ഞ വീടുണ്ട്. ഈ വീട്ടിലാണ് ലഹരി സംഘം ഉള്ളതെന്നും അവിടെ MDMA വിൽപ്പനയടക്കം നടക്കുന്നുണ്ട് എന്ന് കാണിച്ചായിരുന്നു ഇവർ പരാതി നൽകിയത്. ആ പ്രദേശത്തെ എല്ലാവരും ചേർന്നായിരുന്നു ഈ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധന നടന്നത് ശനിയാഴ്ചയായിരുന്നു. ആ സമയം ഈ നയാസ്, ഉമർ ഫറൂഖ് എന്ന് പറയുന്ന അവരെ ആ സ്ഥലത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് ശനിയാഴ്ച തന്നെ ഇവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതോടെയാണ് പിറ്റേ ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇവർ പരാതി നൽകിയതാണ് എന്ന് കണ്ടുകൊണ്ട് ഇവരെ വീട്ടിലെത്തുകയും വീട് അടിച്ചു തകർക്കുകയും ഈ ഇരുമ്പ് വടി കൊണ്ട് ഈ മകനെ ആക്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. നിലവിൽ ഈ രണ്ട് പ്രതികളും ഒളിവിലാണ്. ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇവർക്കായുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. മാത്രമല്ല, ഇവരുടെ ഉമ്മയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൃത്യമായി ഉമ്മയ്ക്കും ഇത്തരത്തിൽ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ടാണ് ഉമ്മയെ പോലീസ് ഇപ്പോൾ അല്പം മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുകയാണ്. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.